മിസ് ചെയ്യാൻ പറ്റൂല. ഭയങ്കര വൈബാണ്, നമ്മുടെ നാട്ടിന് ഭയങ്കര വൈബാണ്. എല്ലാ വർഷവും ശുദ്ധിയാക്കും. പിന്നെ പൊങ്കാലയ്ക്ക് മുമ്പ് ശുദ്ധീകരിച്ചിരിക്കും. ഭക്തജനങ്ങളുടെയും ഒക്കെ പറയാനുള്ളത്, അവരൊക്കെ ഈ ഒരു ഘോഷയാത്രയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കൊടിമരം വരുമ്പോൾ തന്നെ ആ കൊടിമരത്തിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിക്കുവാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് എന്നുള്ള അനുഗ്രഹം ചൊരിഞ്ഞ് ഇത്രയും നേരം വെയിൽ കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ വന്നപ്പോൾ നമ്മളെ ശരീരം മൊത്തം തണുപ്പിച്ച് പൊന്നമ്മച്ചിയുടെ അനുഗ്രഹമാണ്. അതാണ് നമ്മളെ കൂടെ പൊന്നമ്മച്ചിയുണ്ടെന്ന് നമ്മൾ പറയുന്നത്. കൂടെ തന്നെയുണ്ട്. അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ പുഷ്പവൃഷ്ടി നടത്തുകയാണ്. നാട്ടുകാരൊക്കെ ഇവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങളൊക്കെ ഇത്രയേറെ നേരം കാത്തിരുന്നതിന് ശേഷം കൊടിമരം എത്തിയപ്പോൾ ഇതാ പുഷ്പവൃഷ്ടി നടത്തി അവിടെ സ്വീകരിക്കുകയാണ്. അവരുടെ എത്തിച്ചേരുമ്പോൾ ഒരു മഴ ലഭിക്കാറുണ്ട്, ഇത്തിരി കൂടിപ്പോയി. പക്ഷേ അത് ഭക്തജനങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. ഈ ചൂടത്ത് വളരെ കഠിനമായ വെയിലിൽ കൊടിമരം കൊണ്ടുവന്ന്, പക്ഷേ കണ്ടില്ലേ, ആ മഴയൊന്നും വകവയ്ക്കാതെ അമ്മയുടെ കൊടിമരത്തെ ആദരപൂർവ്വമാണ് ആ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കുന്നത്. അത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. എല്ലാ വർഷവുമുള്ള അനുഗ്രഹം ചൊരിയുന്ന ഒരു മഴ ഉണ്ടാകുമെന്നുള്ളത് ഈ ഭക്തരുടെയൊക്കെ പ്രതീക്ഷ തന്നെയാണ്. അത് ഇത്തവണയും ഉണ്ടായി എന്നുള്ളതാണ്. വേങ്കമല ഭഗവതിയുടെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടുള്ള ആ ഒരു മഴയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ചുറ്റിലും നിറയെ ഭക്തർ കാത്തു നിൽക്കുകയാണ് ഈ ഒരു ഘോഷയാത്ര കാണുവാൻ. ഈ ഒരു ഞാൻ ഇന്നലെ കോഴിക്കോട് ടൗൺ ഹാളിൽ നാടകം കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഓടി വരുന്നതാണ്. ഇത് മിസ് ചെയ്യാൻ പറ്റൂല. ഭയങ്കര വൈബാണ്, നമ്മുടെ നാട്ടിന് ഭയങ്കര വൈബാണ്. കൊടിമരം ഇത് തന്നെയാണ് ഭക്തരുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. അവർക്കൊക്കെ ഇതൊരു അനുഗ്രഹ വർഷം തന്നെയാണ്. അമ്മയുടെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടുള്ള മഴ തന്നെയാണിത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കൊടിമരത്തെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ, മരുതമൂട് ജംഗ്ഷനിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വേങ്കമല ക്ഷേത്രത്തിലെ പ്രധാന പ്രവേശന കവാടത്തിന് മുന്നിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്ന കാഴ്ച. ഭക്തജനങ്ങളൊക്കെ തടിച്ചുകൂടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു മഴയും ഇതിൻ്റെ കൂടെ പെയ്തത്. അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് മഴ പെയ്തതും അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും ഒക്കെ പറയാനുള്ളത്. അവരൊക്കെ ഈ ഒരു ഘോഷയാത്രയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കൊടിമരം വരുമ്പോൾ തന്നെ ആ കൊടിമരത്തിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിക്കുവാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. പുഷ്പവൃഷ്ടി നടത്തി അവരുടെ സ്വീകരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ നിന്നുമുള്ള സ്വീകരണം, അമ്മയുടെ കൊടിമരം സ്വീകരിക്കുന്ന ആ ഒരു കാഴ്ച വളരെ മനോഹരമായ കാഴ്ച, ഭക്തിസാന്ദ്രമായ കാഴ്ച. കുരവയിട്ടുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് ഇതാ കൊടിമരം എത്തുമ്പോൾ തന്നെ പ്രധാന പ്രവേശന കവാടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ വളരെ മനോഹരമായ രീതിയിൽ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് ഭക്തജനങ്ങൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഈ മരുതമൂട് ജംഗ്ഷനിൽ നിന്നും കാണാൻ കഴിയുന്നത്. വളരെ മനോഹരമായ ആംബിയൻസ്, അതായത് ഭക്തരുടെ അത്രയേറെ ഭക്തജനങ്ങളുടെ അത്രയേറെ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ ഇവിടെ എത്തിച്ചേരുകയാണ് ഈ കൊടിമരം. ഈ വർഷത്തെ ഉത്സവത്തിനുള്ള കൊടിമര ഘോഷയാത്രയാണ് ഇതുവഴി കടന്ന് ഇതേ രീതിയിൽ ഇവിടെ മരുതമൂട് ജംഗ്ഷനിലേക്ക് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ, അതും എല്ലാ വർഷവും അമ്മ അനുഗ്രഹിക്കുന്ന ആ മഴ, അതും ഇത്തവണയും ആ മഴയോടുകൂടി അനുഗ്രഹത്തോടുകൂടി പുഷ്പവൃഷ്ടിയോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രധാന പ്രവേശന കവാടത്തിന് മുന്നിലേക്ക് എത്തിച്ചു. നേരം അതികഠിനമായ വെയില്, ചൂടൊക്കെ ഭക്തരുടെ ചൂടൊക്കെ സഹിച്ചു കൊണ്ടുവന്ന ആ കൊടിമരം മരുതമൂട്, അതായത് പ്രധാന പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ കോരിച്ചൊരിയുന്ന മഴ, അത് അനുഗ്രഹം തന്നെയാണ് എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. അതുമാത്രമല്ല, വീഡിയോ എടുക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയേറെ മഴയാണ്. അതായത് അത്രയേറെ ചൂടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇവിടത്തേക്ക് വേങ്കമലയുടെ മുന്നിലേക്ക്, അമ്പലത്തിന് മുന്നിലേക്ക്, ക്ഷേത്രത്തിന്റെ കവാടത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കോരിച്ചൊരിയുന്ന മഴ എന്നുള്ളത് അത്ഭുതം തന്നെയാണ് എന്നാണ് എല്ലാ ഭക്തജനങ്ങളും പറയുന്നത്. അതുകൂടാണ്ട് തന്നെ നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. പിന്നെ പിന്നെ ഒരു ദേവി അനുഗ്രഹത്താൽ ഈ വരൾച്ചയെ അതിജീവിച്ചുകൊണ്ട് സത്യത്തിൽ ഈ മഴയെന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളും കൊടിയേറ്റത്തിൻ്റെ പ്രധാന കൊടിമരം എത്തുന്ന സമയത്ത് തന്നെ
കൊടിമര ക്ഷേത്ര സന്നിധിയിൽ എത്തിയപ്പോൾ കഴിഞ്ഞ വർഷവും പ്രകൃതി അതിമനോഹരമായ രീതിയിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ഭാഗ്യദേവതയാണ് കനിഞ്ഞിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനെ വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ഭാഗ്യദേവതയാണ് കനിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ നന്ദി കുറിച്ചുകൊണ്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു കൊടിയേറി കൊണ്ട് എത്തിച്ചേരുമ്പോൾ ഒരു മഴ ലഭിക്കാറുണ്ട്. ഇത്തിരി കൂടിപ്പോയി, പക്ഷേ അത് ഭക്തജനങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. ഈ ചൂടത്ത് വളരെ കഠിനമായ വെയിലിൽ കൊടിമരം കൊണ്ടുവന്ന്, പക്ഷേ കണ്ടില്ലേ ആ മഴയൊന്നും വകവയ്ക്കാതെ അമ്മയുടെ കൊടിമരത്തെ ആദരപൂർവ്വമാണ് ആ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കുന്നത്. അത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് മികച്ച രീതിയിലുള്ള ഒരു ഘോഷയാത്ര, കൊടിമര ഘോഷയാത്രയായിരുന്നു ഇത്തവണത്തെ? തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള ഭക്തജനങ്ങളുടെ സപ്പോർട്ട്, അതുപോലെ സംഘടനകൾ, നിരവധി ക്ഷേത്രങ്ങളുടെ സപ്പോർട്ട്, എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയാണ് ഇത്തവണത്തെ കൊടിമര ഘോഷയാത്ര ദേവീ സന്നിധിയിൽ എത്തിച്ചേർന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇത് ഭക്തജനങ്ങളുടെ മുന്നിലേക്ക് ഈ വർഷത്തെ കൊടിയേറ്റ് കർമ്മം, ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രത്തിന് മുന്നിലെ ഭക്തജനങ്ങളുടെ മുന്നിൽ വെച്ച് ക്ഷേത്രത്തിന് മുന്നിലെ കൊടിയേറ്റ് കർമ്മം ഈ വർഷത്തെ ഇനി 28-ാം തീയതി വരെയുള്ള ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 28-ാം തീയതി വരെ ക്ഷേത്ര അന്തരീക്ഷം ഉത്സവത്തിൻ്റെ ഉത്സവ അന്തരീക്ഷത്തിലായിരിക്കും. അതായത് ദേശീയോത്സവമായതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ആംബിയൻസ്, വളരെ ഭക്തിയാദരപൂർവ്വമുള്ള ചടങ്ങുകളും മറ്റ് ക്ഷേത്ര പരിപാടികളും കലാപരിപാടികളുമായി ഇനി 28-ാം തീയതി വരെ ഉത്സവ നാളുകൾ.